ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി മഹാതാരം മമ്മൂട്ടിയോട് മാപ്പ് യാചിച്ചു. മാപ്പിരക്കേണ്ട തെറ്റൊന്നും മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് ചെയ്തിരുന്നില്ല. എന്നാൽ മാപ്പ് ചോദിക്കേണ്ടവരോട് അദ്ദേഹം അതൊട്ട് ചോദിച്ചിട്ടുമില്ല. ഉദാഹരണം പറഞ്ഞാൽ നികൃഷ്ട ജീവി, പരനാറി എന്നൊക്കെ വിശേഷിപ്പിച്ചവരോട് വേണമെങ്കിൽ പിണറായി വിജയന് നിഷ്പ്രയാസം മാപ്പ് യാചിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യാചിച്ചില്ല. 51 വെട്ടിന് ഒരു കുത്ത് എന്ന മട്ടിൽ ടി.പിക്ക് നേരെ നടത്തിയിട്ടുള്ള പ്രയോഗമാണ് കുലംകുത്തി എന്നത്, അല്ലേ? അതിന്റെ പേരിൽ ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയോട് മാപ്പ് യാചിക്കാൻ അവസരമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം യാചിച്ചില്ല. അങ്ങനെ നോക്കിയാൽ 8 പതിറ്റാണ്ടോളം നീണ്ട ഇഹലോകവാസത്തിനിടെ വളരെ ആത്മാർത്ഥമായി യാചിച്ച് എന്തുമാത്രം മാപ്പ് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് സ്വന്തമാക്കാനാകുമായിരുന്നു. പക്ഷെ നാളിതുവരെ സ്വല്പം മാപ്പിനായി അദ്ദേഹം ആരോടും യാചിച്ച് നമ്മളാരും കേട്ടിട്ടില്ല. പോങ്ങൻ കേട്ടിട്ടില്ല എന്തായാലും. എന്നാൽ നടാടെ എന്ന് കാണാവുന്ന നിലയിൽ ഇന്നലെ നമ്മളത് കേട്ടു. പോങ്ങൻ കേട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മഹാതാരം മമ്മൂട്ടിയോട് വളരെ പരസ്യമായി മാപ്പ് തേടുന്നത്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടുകേട്ടത്. പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതും തന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുക പോലും ചെയ്യാത്ത ഒരു പിശകിന്റെ പേരിൽ. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പേരിലാണ് ആ മാപ്പ് യാചനയെങ്കിൽ അതിൽ പോരായ്മ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലേ? മഹാതാരം മമ്മൂട്ടിയും ആദരണീയനായിട്ടുള്ള പിണറായി വിജയനും ഒക്കെ സുഹൃത്തുക്കളും ഏതാണ്ട് സമപ്രായക്കാരുമൊക്കെയാണ്. മാത്രവുമല്ല, പണ്ടും മമ്മൂട്ടിയെ പഴിക്കുന്നവർക്ക് നേരെ പിണറായി വിജയൻ നാവ് വീശാറുണ്ട് എന്നുള്ളതാണ്. കുരയ്ക്കാറുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് അപകടകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാകും എന്നുള്ളത് കൊണ്ട് നാവ് വീശാറുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പോങ്ങൻ നിർത്തുന്നു. മൂന്നാറിൽ മമ്മൂട്ടിക്ക് കയ്യേറ്റ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകനെ അദ്ദേഹം വിരട്ടിയത് പലരുടെയും ഓർമ്മയിൽ കാണും. പോങ്ങന്റെ ഓർമ്മയിലുണ്ട്. ഇനി ഓർമ്മയിലില്ലാത്തവരുടെ ഓർമ്മയിലേക്ക് പോങ്ങൻ അതൊന്ന് എത്തിക്കാം. മമ്മൂട്ടി കയ്യേറി നിന്നോട് ആരാ പറഞ്ഞു? കേട്ടോ, അതൊക്കെ വിജയനും മമ്മൂട്ടിയും തമ്മിലുള്ള സഹകരണ പ്രവർത്തനങ്ങളുടെയും സൗഹൃദ ഭാവത്തിന്റെയും വകയിൽ കൊള്ളിക്കാമെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാമല്ലേ. എന്നാൽ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മമ്മൂട്ടിയോട് മാപ്പ് ചോദിക്കുന്നതിൽ അഭംഗിയുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ മാപ്പ് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ അഭംഗിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ മമ്മൂട്ടിയെ വിമർശിച്ചതാണ് സഖാവ് പിണറായി വിജയന്റെ പ്രയാസമെങ്കിൽ വ്യക്തിപരമായി മാപ്പ് ചോദിക്കാം. അത് അവരുടെ പാർട്ടിക്കാരി മാത്രമാണ്. എന്നാൽ പാർട്ടിക്കാർ മാത്രമല്ലല്ലോ മമ്മൂട്ടിയെ വിമർശിച്ചത്, അല്ലെ? പാർട്ടിക്കാരനല്ലാത്ത ഈ പോങ്ങനും വയനാടൻ പ്രകടനത്തെ മുൻനിർത്തിക്കൊണ്ട് മമ്മൂട്ടിയെ വിമർശിച്ചിട്ടുണ്ട്. കെ റഫീഖ് എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ അപമാനിച്ചതായിട്ടല്ല, റഫീഖ് എന്ന് പറയുന്ന മനുഷ്യനെ മമ്മൂട്ടി അവഹേളിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഹങ്കാരിയായ ഒരു മനുഷ്യൻ അയാളുടെ അഹങ്കാരത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുമ്പോൾ സഹ അഹങ്കാരികൾക്ക് അത് തീർച്ചയായിട്ടും സഹിച്ചു എന്ന് വരില്ല. അവർക്ക് മാപ്പ് ചോദിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ നാക്ക് തരിച്ചു എന്ന് വരാം. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പരമപുച്ഛത്തോടെ റഫീഖിന് നേരെ മമ്മൂട്ടി നാക്കോങ്ങിയപ്പോൾ ആ റഫീഖിന്റെ മുഖത്ത് വിരിഞ്ഞ ഒരു ചിരിയുണ്ട്. അത് സന്തോഷത്തിന്റെയോ അഭിമാനത്തിന്റെയോ ഒന്നും ചിരിയല്ല. അത് തീർച്ചയായിട്ടും ഇളിഭ്യതയുടെ ചിരിയാണ്. അപമാനിതനായി നിൽക്കുന്ന റഫീഖിനെ ഈ പോങ്ങൻ കണ്ടത് സഖാവായിട്ടല്ല കേട്ടോ, മനുഷ്യനായിട്ടാണ്. സഖാവായി കണ്ടിരുന്നുവെങ്കിൽ എന്റെ അഭിപ്രായം ചിലപ്പോൾ. എന്നാൽ മറ്റൊരാളുടെ അഹങ്കാരം കൊണ്ട് അഭിമാനം മുറിപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ രാഷ്ട്രീയം നോക്കി നിന്ദിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നേരെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് റഫീഖിനെ ഒരു മനുഷ്യനായി കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അപ്പോൾ മനുഷ്യനായിട്ട് എങ്ങനെ കാണാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വിചാരം ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണണ്ട, മനുഷ്യനായി കാണണ്ട. എന്നാൽ അദ്ദേഹത്തെ ഒരു സഖാവായിട്ടെങ്കിലും പിണറായി വിജയൻ കാണണമായിരുന്നു എന്ന് പറയുന്ന ഒരു അഭിപ്രായം പോകാനുണ്ട്. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ പോലും മമ്മൂട്ടിയോട് മാപ്പ് ചോദിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമായിരുന്നില്ല. സഖാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് സാധിക്കുമായിരുന്നില്ല. എന്താണ് റഫീഖ് ചെയ്തിട്ടുള്ള തെറ്റ്? പാർട്ടി ചാനലിന്റെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടി പാർട്ടി നയിക്കുന്ന സർക്കാർ ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പ് സന്ദർശിക്കുന്നു, അല്ലെ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് പാർട്ടി ചാനലിന്റെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടിക്ക് ആതിഥ്യം നൽകുന്നു. അത് റഫീഖിന്റെ മര്യാദയല്ലേ? എന്നാൽ മമ്മൂട്ടി അവിടെ ചെന്നത് കൈരളി ചാനലിന്റെ ചെയർമാനായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സഖാവായിട്ടോ ഒന്നും ആയിരുന്നില്ല. പകരം മഹാതാരം മമ്മൂട്ടി എന്ന നിലയിലായിരുന്നു അദ്ദേഹം കൂളിംഗ് ഗ്ലാസും വെച്ച് അവിടെ എത്തിയത്. ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുമ്പോൾ മമ്മൂട്ടിയുടെ ആന്റണി പെരുമ്പാവൂരായിട്ടുള്ള ശ്രീമാൻ ആന്റോ ജോസഫിനോടൊപ്പം ആ മഹാതാരം ചുമ്മാതെ ചൂരൽമലയിൽ ഒന്ന് സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതീവ രഹസ്യമായിട്ടുള്ള ഒരു തരം സന്ദർശനം. മാധ്യമങ്ങളെല്ലാം ഒഴിവാക്കി തികച്ചും സ്വകാര്യ സന്ദർശനം. അതിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം മഹാതാരത്തിന് മാത്രമേ അറിയാവൂ. കൂടെ ഉണ്ടായിരുന്ന ആന്റോയ്ക്ക് പോലും അറിയണമെന്നില്ല. നമുക്കൊക്കെ അവനവന്റെ മനോധർമ്മവും മമ്മൂട്ടിയോടുള്ള മനോഭാവവും വെച്ച് എന്തെങ്കിലുമൊക്കെ ഊഹിക്കാമെന്ന് മാത്രം. മഹാതാരത്തിന്റെ മനസ്സിൽ ഇന്നതായിരുന്നു, മഹാതാരത്തിന്റെ മനസ്സിൽ മറ്റതായിരുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഊഹിക്കാം തരാതരം പോലെ.
ഏതായാലും റഫീഖിന്റെ മനസ്സിൽ മമ്മൂട്ടിയെ കണ്ടപ്പോൾ സ്വന്തം ആളാണെന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ വർഗസ്നേഹത്തോടെ ആ വർഗബന്ധുവിന്റെ ശരീരത്തോട് അങ്ങനെ ചേർന്ന് നടന്നത്. കാര്യങ്ങളൊക്കെ വളരെ ആവേശത്തോടെ അദ്ദേഹം വിശദീകരിച്ചു. റഫീഖ് മമ്മൂട്ടിയോട് വിശദീകരിച്ചു. മഹാതാരത്തിന്റെ തിരുശരീരം കാണാൻ വന്നവരെ ഒതുക്കി നിർത്തി മമ്മൂട്ടിയുടെ കാഴ്ചകൾക്ക് വളരെ വ്യക്തത പകരാൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചു. എന്നാൽ മഹാതാരത്തിന് ആ ഒരു പ്രകടനം അത്ര കണ്ട് രസിച്ചില്ല. ആ കാര്യശേഷി, കാര്യപ്രാപ്തി അത് അത്ര കണ്ട് രസിച്ചില്ല. രഹസ്യ സന്ദർശനമായിരുന്നുവെങ്കിലും മുന്നിൽ ധാരാളം ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈലേന്തിയ നീലക്കുയിലന്മാരും അരിവേട്ടക്കാരും ഒക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം മുന്നിലാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് മമ്മൂട്ടിയുടെ താരശരീരത്തിനോട് വളരെ അപകടകരമായ നിലയിൽ അങ്ങോട്ടേക്ക് ചേർന്നത്. ആ മഹാതാരത്തിന്റെ ശരീരത്തോട് ഒരു രോമപ്പാട് കൂടി പാർട്ടി സെക്രട്ടറി ഒന്ന് ചേർന്നിരുന്നുവെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന അതുല്യ നടന്റെ സാമൂഹ്യ മൂല്യം കുത്തനെ ഇടിയുകയും അതേസമയം തന്നെ പാർട്ടിയുടെ ആ ജില്ലാ സെക്രട്ടറിയുടെ സാമൂഹ്യ മൂല്യം അഭൂതപൂർവമായ നിലയിൽ അങ്ങോട്ടേക്ക് ഉയരുകയും ചെയ്യുമായിരുന്നു. തന്റെ താരപ്രഭയിൽ ഒരുത്തനും അങ്ങനെ ചുളുവിൽ തിളങ്ങേണ്ടതില്ല എന്ന് പറയുന്ന തരം താണ മനോഗതി വെച്ച് പുലർത്തുന്നവനാണ് ആ മഹാതാരമെന്ന് ചലച്ചിത്ര ലോകത്ത് പരക്കെ അറിയപ്പെടുന്ന ഒരു സത്യം തന്നെയാണ്. എന്തായാലും പാർട്ടിയുടെ ഒരു അനുഭാവിയും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷിയും ഒക്കെയാണ് ആ മഹാതാരം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചതെങ്കിൽ ഈ പോങ്ങൻ ഒരു കാര്യം പറയാനുണ്ട്. ഈ പിണറായി വിജയൻ മമ്മൂട്ടിയെ പരിചയപ്പെടുന്നതിന് മുന്നേ മമ്മൂട്ടിയുമായി അടുത്തു പരിചയമുണ്ടായിരുന്ന എത്രയോ മനുഷ്യർ ഈ കേരളത്തിലുണ്ട്, അല്ലേ? അവരിൽ ചിലരുമായി എനിക്കും വളരെ നല്ല അടുത്ത ബന്ധമുണ്ട്. കുറച്ച് നാളുകളായി ഒരുപാട് മമ്മൂട്ടി കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയുകയും ചെയ്യാം അവരിൽ നിന്ന്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ മമ്മൂട്ടിയുടെ അഹംബോധം കൊണ്ട് അപമാനിതനായിട്ടുള്ള ആദ്യ വ്യക്തിയൊന്നുമല്ല സഖാവ് റസാഖ്. ഇപ്പോൾ അപമാനിക്കപ്പെട്ടത് സഖാവ് റസാഖ് ആയതുകൊണ്ട് മാത്രമാണ് ഹരിത കേരളം മമ്മൂട്ടിയെ ഒന്ന് വിമർശിക്കാൻ പോലും തയ്യാറായിട്ടുള്ളത്, അല്ലേ? സ്വന്തം വിപ്ലവദാഹം ശമിപ്പിക്കാൻ സഖാവായവനാണ് മമ്മൂട്ടി എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഈ കൊച്ചു പുസ്തകം വായിച്ചതിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം ഇടതുപാളയത്തിലേക്ക് ഓടിക്കയറിയതുമല്ല. പ്രബുദ്ധ കേരളത്തിൽ ഇടതിനൊപ്പം നിന്നാലാണ് തനിക്ക് ഗുണമുണ്ടാവുക എന്ന് തിരിച്ചറിയാനുള്ള കൗശല ബുദ്ധി മണ്ടയിലുള്ളത് കൊണ്ടാണ് മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റായി അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഈ പോങ്ങന്റെ വിശ്വാസം. എന്താണ് തനിക്ക് ഗുണം നൽകുക എന്ന് പറയുന്ന ചിന്തയോടെ ജീവിതയാത്ര നടത്തുന്നത് മോശം കാര്യമാണെന്നൊന്നും പോകാൻ അഭിപ്രായമില്ല കേട്ടോ. എന്നാൽ അത്തരം മനോഭാവക്കാരോട് വിയോജിക്കാനുള്ള എന്റെ അവകാശത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് മാത്രം കൂട്ടിയാൽ മതി. മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ആവുന്നതിന് മുന്നേ അല്പകാലം അദ്ദേഹം സജിനായിരുന്നു. സജിൻ മുഹമ്മദ് കുട്ടി എന്ന പേരിൽ നടനം നടത്തിയാൽ തനിക്ക് ഗുണം കുറയുമോ എന്ന് പറയുന്ന ആ ഒരു ഭയചിന്തയിലാണ് സജിനായി അദ്ദേഹം പുരാതന കേരളത്തിലൂടെ അല്പകാലം അഭിനയിച്ചു നടന്നത്. പിന്നീട് സജിനേക്കാൾ ഗുണം മമ്മൂട്ടിയാണ് തനിക്ക് നൽകുക എന്ന് മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പ്രബുദ്ധ കേരളത്തിലേക്ക് നടിച്ചു കയറി. നടനെന്ന നിലയിലുള്ള നിരീക്ഷണ പാടവമാണ് അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷക്കാരനാക്കി മാറ്റിയതെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സാംസ്കാരിക രംഗത്തെ നായികാനായകന്മാരും തൂലിക തൊഴിലാളികളും കലാപ്രവർത്തകരും ബുദ്ധിജീവികളും ഒക്കെ ഇടതു ചേർന്നാണ് പ്രബുദ്ധ കേരളത്തിലൂടെ നടക്കുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചറിഞ്ഞു, അല്ലെ? അങ്ങനെയാണ് സംഭവിച്ചത്. വലതു ചേർന്ന് നടക്കുന്നവരെക്കാൾ ഇടതു ചേർന്ന് നടക്കുന്നവരാണ് ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും കണ്ടമാനം കണക്കിന് പുരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പ്രബുദ്ധ കേരളത്തിലൂടെ ഇടതു ചേർന്ന് നടക്കുകയും നടിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിനും അതുകൊണ്ട് ഗുണം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. മൂന്നാറിൽ മമ്മൂട്ടിക്ക് കയ്യേറ്റ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞ സഖാവിനെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ശാസിക്കുന്ന നിലവരെ ഉണ്ടായത് ഇടതു ചേർന്ന് നടന്നതിന്റെ ഗുണമല്ലേ, അല്ലേ? സ്വന്തം അഹന്ത കൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ അഭിമാനത്തെ കൊന്നുകളഞ്ഞ മഹാതാരത്തിനെ പാർട്ടിക്കാർ വിമർശിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇപ്പോൾ ക്ഷമയാചിച്ചതും ഇടതു ചേർന്ന് നടന്നതിന്റെ ഗുണമല്ലേ, അല്ലേ? സത്യത്തിൽ മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റായി അഭിനയിക്കുന്നതിന്റെ ഗുണം മമ്മൂട്ടിക്കാണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്? ആരെങ്കിലും അത് അന്വേഷിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? പിണറായി വിജയൻ അത് ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെ കൂടെ നിന്നാലാണ് അല്ലെങ്കിൽ ആർക്കൊപ്പം നടന്നാലാണ് തനിക്ക് ഗുണമുണ്ടാവുക എന്ന് വളരെ നന്നായിട്ട് അറിയാവുന്നവനാണ് ശ്രീ മമ്മൂട്ടി. മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയത് PR അല്ല, PR പ്രവർത്തകരല്ല, PR പാണന്മാർ പാടി നടന്നിട്ടല്ല മമ്മൂട്ടിയായത്. മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയത് മമ്മൂട്ടി തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. PR പ്രവർത്തകരെ കൊണ്ട് അദ്ദേഹത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അതാണ് സത്യം. എന്തായാലും ആ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ആവുമ്പോൾ പോലും വെറും കമ്മ്യൂണിസ്റ്റ് ആയാൽ പോരാ, പിണറായിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് തന്നെ ആവണമെന്ന് മമ്മൂട്ടി തീരുമാനിച്ചത്. ആദർശത്തിന്റെ ഉപദ്രവമുള്ള VS അച്യുതാനന്ദനേക്കാൾ സ്വന്തം സ്വഭാവത്തിനിണങ്ങുന്നത് പിണറായി വിജയന്റെ വടക്കൻ കാറ്റ് വീശുന്ന കമ്മ്യൂണിസമാണ് എന്ന് മമ്മൂട്ടി തിരിച്ചറിഞ്ഞുവെങ്കിൽ പിണറായി വിജയനെ വെല്ലുന്ന വൈഭവം തീർച്ചയായിട്ടും മമ്മൂട്ടിക്കുണ്ട്. അതാണ് സത്യം. സ്വന്തം മുണ്ടിന്റെ കര എപ്പോൾ വലതുവശത്തു വേണം, എപ്പോഴാണ് ഇടതുവശത്തു വരേണ്ടതെന്ന് പോലും ആ മഹാതാരത്തിന് നല്ല നിശ്ചയമുണ്ട്. തുടക്കത്തിൽ വലതുവശത്ത് കര വരുന്ന നിലയിൽ മുണ്ടെടുത്തിരുന്ന അദ്ദേഹം പിന്നെ
തരാതരം പോലെ ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ സൗകര്യം പോലെ മാറി മാറി മുണ്ടെടുത്തു ഇല്ലേ? ഏത് കാലത്ത് ഏതു വശത്ത് മുണ്ടിന്റെ കര വരുന്നതാണ് തനിക്ക് കര പിടിക്കാൻ നല്ലതെന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. പുരാതന കേരളം പ്രബുദ്ധ കേരളം കടന്ന് ഹരിത കേരളത്തിൽ എത്തിയപ്പോൾ കര ഇടതുവശത്താക്കി അദ്ദേഹം മുണ്ട് അരയിൽ അങ്ങോട്ടേക്ക് ഉറപ്പിച്ചു. അതായത് അത്രത്തോളം കാലികമായിട്ടുള്ള സാമൂഹ്യ ബോധവും കുശാഗ്ര ബുദ്ധിയുമുള്ള ഒരു മനുഷ്യനാണ് മഹാതാരം മമ്മൂട്ടി. അതൊന്നും കുറ്റമായിട്ടല്ല, കുറവായിട്ടല്ല പോകൻ പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ ആ വ്യക്തിയുടെ വിജയത്തിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയാക്കാൻ തീർച്ചയായിട്ടും ആ സ്വഭാവം, മമ്മൂട്ടിയുടെ ആ സ്വഭാവം മമ്മൂട്ടിയെ സഹായിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ വയനാടൻ പ്രകടനം അഹന്ത നിറഞ്ഞ അല്പത്തരത്തിൽ നിന്നും സംഭവിച്ചതാണ് എന്നുള്ള സംശയം എനിക്കില്ല. അത് ഉറപ്പാണ്. അഹന്ത നിറഞ്ഞ അല്പത്തരത്തിൽ നിന്നും മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ മറ്റൊന്നുമില്ല. തൊഴുന്നവനെ തൊഴിക്കാനും തൊഴിക്കുന്നവനെ തൊഴാനും അറിയാവുന്ന ഒരു സാമർഥ്യക്കാരനാണ് ആ മഹാതാരം എന്ന് പറയുന്ന വിശ്വാസം എന്റെ ഉള്ളിലുണ്ട്. എത്രയോ സാധാരണക്കാരായ മനുഷ്യരുടെ അഭിമാനത്തെ ആ താരം സ്വന്തം അഹന്ത കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് കുറെയൊക്കെ ഈ പോകനും അറിയാം. അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അഭിമാനമുള്ളവർക്ക് മാത്രമേ അപമാനത്തിന്റെ വേദന എത്ര അസഹനീയമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സത്യം. കടക്കുപുറത്ത് എന്ന് ധാർഷ്ട്യത്തോടെ ഒരുവന്റെ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അപമാനത്തിന്റെ വില അറിയാൻ സാധിക്കില്ല. കടക്കുപുറത്ത് എന്ന് പറയുന്ന ആട്ടുകേട്ട് തലകുനിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കേണ്ടി വരുന്നവരുടെ ആത്മനിന്ദയുണ്ടല്ലോ, അതിന്റെ വേദന, അത് അഹന്ത നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സഖാവ് റസാഖിന് മമ്മൂട്ടിയിൽ നിന്നേറ്റ അപമാനത്തെ ആയിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ സഹജമായിട്ടുള്ള അഹന്താഭാവത്തെ വിമർശിച്ച സഖാക്കളെ പഴിക്കുന്ന പരുവത്തിൽ ശ്രീ പിണറായി വിജയൻ മമ്മൂട്ടിയോട് മാപ്പി യാചിച്ചു കളഞ്ഞു. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ആ നീക്കം തെറ്റായി പോയി എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് പോകനുള്ളത്. സഖാവ് റസാഖിനെ ഈ പോങ്ങൻ മനുഷ്യനായി കണ്ടതുകൊണ്ടാണ് റസാഖിന്റെ പ്രയാസത്തിൽ എനിക്ക് മനപ്രയാസമുണ്ടായത്. നേരത്തെ പറഞ്ഞ പോലെ റസാഖിനെ മനുഷ്യനായി കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ ഒരു സഖാവായിട്ടെങ്കിലും പരിഗണിക്കാമായിരുന്നു. സഖാവായി നടിച്ചു നടക്കുന്ന മമ്മൂട്ടിയേക്കാൾ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഒക്കെയാണ് സഖാവായി ജീവിക്കുന്ന റസാഖ് എന്ന കാര്യം ഇനിയെങ്കിലും സഖാവ് പിണറായി വിജയൻ തിരിച്ചറിയണമെന്ന ഒരു എളിയ അഭ്യർത്ഥന പങ്കുവച്ചുകൊണ്ട് എക്സ് സഖാവായിട്ടുള്ള ഈ പോങ്ങൻ ഈ സംസാരത്തിന് ഇവിടെ സുല്ലിടുകയാണ്. പോങ്ങൻ നാവടക്കുകയാണ് തൽക്കാലത്തേക്ക്, ഇന്നത്തേക്ക് ഈ സംസാരത്തിന് അറുതിയാക്കുകയാണ്. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ഇത്രയും പറഞ്ഞു പോയതിന്റെ പേരിൽ എന്നോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭ്യുദയാകാംക്ഷികളായിട്ടുള്ള സജ്ജനങ്ങൾ മുഷിയരുത്, എന്നെ ഉപദ്രവിക്കാൻ പിടിക്കരുത്. ഞാനൊരു സാധുവായിട്ടുള്ള മനുഷ്യനാണ്. ഗതികേട് കൊണ്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്, മനസ്സിലിരിക്കാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എതിർത്തുകൊണ്ടല്ല സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മാപ്പി യാചന തീർച്ചയായിട്ടും മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്ന തോന്നൽ, അങ്ങനെ ഒരു ബോധ്യം എന്റെ ഉള്ളിലുണ്ടായപ്പോൾ അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും പോകനെ മർദ്ദിക്കാൻ പിടിക്കരുത്, ഉപദ്രവിക്കാൻ പിടിക്കരുത്, ഒരു രീതിയിലും കഷ്ടപ്പെടുത്താൻ നിൽക്കരുത്. പറഞ്ഞു പോകുന്നതാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ക്ഷമിക്കുക. ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൽ വകകൊള്ളിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരത്തെ നിങ്ങൾ ദയവായിട്ട് സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു ചെറിയ അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട്, അപേക്ഷ പങ്കുവെച്ചുകൊണ്ട് പോകൻ നിർത്തുക. നാളെ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. സാമ്പത്തിക ശേഷിയുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. അതെനിക്ക് വലിയ സഹായമാവും മുന്നോട്ടുള്ള യാത്രയിൽ. എനിക്ക് സംഘടിത ശക്തിയൊന്നും കൂടെയില്ല, ഒറ്റയ്ക്കാണ്. അതുകൊണ്ടൊരു സഹായമാവും ഒപ്പമുണ്ടെങ്കിൽ. വളരെ സ്നേഹം. നമുക്ക് നാളെ കാണാം അല്ലേ? നിർത്തട്ടെ. ടാറ്റ. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട് കേട്ടോ, സത്യമായിട്ടും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആത്മാർത്ഥമായി വായിച്ചത് കൊണ്ടാണ് ഞാനൊരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആയത്. പിന്നീട് മനസ്സിരുത്തി വായിച്ച് ഇത് നന്നായിട്ട് മനഃപാഠമാക്കിയ പോലെ മനസ്സിലാക്കിയെടുത്തപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതെയുമായി. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും അതെടുത്തുപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. കമ്മ്യൂണിസത്തെ വളരെ നന്നായിട്ട് കൊണ്ടു നടക്കാം, പക്ഷെ അത് ഭ്രാന്തന്മാരുടെ കയ്യിലെത്തിയാലുള്ള, സാമൂഹ്യ വിരുദ്ധരുടെ, മനുഷ്യദ്രോഹികളുടെ കൈവശം എത്തിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ അത് മാനവിക ബുദ്ധിയുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സഹജീവി സ്നേഹമുള്ള, സദ്ബുദ്ധരായിട്ടുള്ള ആളുകളുടെ കൈവശമാണ് കമ്മ്യൂണിസം ഇരിക്കുന്നതെങ്കിൽ ആ കമ്മ്യൂണിസത്തെ എടുത്തു പെരുമാറുന്നത് അങ്ങനെയുള്ള സദ്ബുദ്ധരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനുഷ്യരാശിക്ക് വളരെ ഗുണവും ചെയ്യും. സ്നേഹം. നിർത്തുന്നു. ടാറ്റ.